നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വലിയ ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം മതമേലധ്യക്ഷന്മാർക്ക് പണം കൊടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എല്ലാവരെയും അങ്ങ് കയ്യിലെടുക്കുന്നുവെന്നാണ്. തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ശശി തരൂരിന് അതേ പറയാൻ കഴിയുകയുള്ളൂ. മതമേലധ്യക്ഷന്മാരെന്നല്ല, കേരളത്തിലെ CPM-കാർക്ക് പോലും ഒരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്നും രാജീവ് ചന്ദ്രശേഖറിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുമൊക്കെ കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് പോലും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ കടലോര മേഖല മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ടെക്കികൾ അടക്കമുള്ള എല്ലാ വിഭാഗത്തും ഡോക്ടർമാർ, ടെക്കികൾ, എഞ്ചിനീയർമാർ അടക്കമുള്ള എല്ലാവരുടെയും ഇടയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ ജനകീയനായി മാറുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ മതമേലധ്യക്ഷന്മാരും പള്ളികളും ഒക്കെയായുള്ള ബന്ധം കണ്ടപ്പോൾ വിറളി പിടിച്ച ശശി തരൂർ പ്രസ്താവന നടത്തിയിരുന്നു. മതസാമുദായിക നേതാക്കന്മാർക്ക് പണം നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ അത് വ്യക്തമാക്കണമെന്നും താൻ ആർക്കാണ് പണം നൽകിയതെന്നും ചോദിച്ചുകൊണ്ട് നിയമ നടപടികളുമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് ശശി തരൂരിന് അയച്ചിരുന്നു. ഇപ്പോൾ ശശി തരൂർ കാലു പിടിച്ച് കരയുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സമുദായ മത നേതാക്കൾക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ ആരോപണത്തിൽ മലക്കം മറിയുകയാണ് ശശി തരൂർ. ആരോപണം വെറും കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ ആണെന്നും ആരോപണത്തിന് അടിസ്ഥാനമായ ഒരു തെളിവുകളും തന്റെ കയ്യിലില്ല എന്നുമാണ് തരൂർ വ്യക്തമാക്കുന്നത്. തരൂരിന്റെ വ്യാജ ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിന് പിന്നാലെയാണ് തരൂർ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. അങ്ങനെയെങ്കിൽ തരൂരിനോട് ചില ചോദ്യങ്ങൾ കൂടി രാജീവ് ചന്ദ്രശേഖറിന്റെ ക്യാമ്പുകൾ ചോദിക്കുന്നുണ്ട്. തരൂരിനെ കുറിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ത്രീ വിഷയം, അഴിമതി, ചതി, വഞ്ചന തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങൾ തരൂരിന്റെ പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും ഇതുവരെയും രാജീവ് ചന്ദ്രശേഖർ ഏറ്റുപിടിക്കുകയോ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ എന്താകും തരൂരിന്റെ മറുപടി? ഈ ചോദ്യം അവിടെ നിൽക്കുമ്പോഴും മറ്റു ചില ചോദ്യങ്ങൾ കൂടി രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നു. ഇതിലുപരി തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിൽ ഒരു വെല്ലുവിളി കൂടി തരൂരിന് മുന്നിലേക്ക് വെക്കുകയാണ് എന്നാണ് രാജീവിന്റെ ക്യാമ്പുകൾ പറയുന്നത്. കഴിഞ്ഞ 3 ടേമുകളിൽ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ മുൻനിർത്തി വോട്ട് ചോദിക്കാനുള്ള ധൈര്യം തരൂരിനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ദിവസം മുതൽ തരൂർ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിൽ കഴിഞ്ഞ 3 ടേമുകളിലും പരാജയപ്പെട്ട ഒരു കിഴങ്ങൻ MP-യുടെ കീഴടങ്ങലായി മാത്രമേ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വിലയിരുത്താൻ കഴിയൂ എന്ന ഓർമ്മപ്പെടുത്തലും രാജീവിന്റെ ക്യാമ്പുകൾ നൽകുന്നുണ്ട്.